ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇത് ഒരാഴ്ച മുന്നത്തെ ഞങ്ങളുടെ സൺഡേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എൻ്റെ രാവിലത്തെ കുറച്ച് പരിപാടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ മുമ്പിലെ വയലും റോഡും ആണ് ഇത്. എൻ്റെ കല്യാണ സമയത്ത് ഈ റോഡ് ഒരു വരമ്പ് മാത്രമായിരുന്നു കേട്ടോ. പിന്നെ മണ്ണിട്ട് ഉയർത്തി റോഡാക്കിയതാണ്. വരമ്പായ സമയത്ത് മഴക്കാലം വെള്ളം ഉണ്ടാവാറുണ്ടായിരുന്നേ. ഇപ്പം ഉയർത്തി റോഡാക്കിയതിന് ശേഷം വെള്ളമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് പോന്നു കേട്ടോ. അപ്പോഴേക്ക് അച്ഛനും അമ്മയും എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ വേഗം തന്നെ ചായക്ക് വെള്ളം വെച്ച് കൊടുത്തേ. ഞങ്ങളെപ്പോലെ അച്ഛനും അമ്മയ്ക്കും നിർബന്ധമാണ് കേട്ടോ രാവിലത്തെ ചായ. ഇന്നലെ രാത്രി എൻ്റെ ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു തിരക്കുള്ള ദിവസമായിരുന്നേ ഇന്ന്. ഇപ്പം ജോലികളൊന്നും വേഗം തീരുന്നില്ല കേട്ടോ. കാരണം അച്ഛനും അമ്മയും വന്നതിന് ശേഷം അവരുമായി കഥ പറഞ്ഞിട്ടും അവരുടെ വയ്യേക്ക് നടന്നിട്ടും സമയം പോകുന്നത് അറിയൂല. ഇനി അവർ പോകുന്ന കാര്യം ഓർക്കാനേ പറ്റുന്നില്ല. ഇപ്പോൾ 2 മാസമായിട്ടോ വന്നിട്ട്. അടുത്ത ആഴ്ച പോകണമെന്നാണ് പറയുന്നത്. അത് ഓർക്കുമ്പോൾ നല്ല വിഷമവും തോന്നുന്നുണ്ട്. പിന്നെ പോവാണ്ട് നിൽക്കാനും പറ്റൂലല്ലോ. പിന്നെ രാവിലെ തന്നെ ഞാൻ റേഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് എൻ്റെ ജോലികളൊക്കെ ചെയ്യാറ്. പാട്ട് കേട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു മടുപ്പ് തോന്നാറില്ല കേട്ടോ. പിന്നെ രാവിലെ ഓർമ്മ വരുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കാറുണ്ട്. ഇതിപ്പോൾ ഒരു ശീലമാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും. പിന്നെ എല്ലാവർക്കും ചായ കൊടുത്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് പോയത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. ഞാൻ ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോൾ 2 ദിവസത്തേക്ക് അരച്ച് വെക്കാറുണ്ട്. ഒരു ദിവസം ദോശ, ഒരു ദിവസം ഇഡ്ഡലി, അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഇന്നലെ ദോശയായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം സാമ്പാർ ഉണ്ടാക്കാനാണ് പോയത്. ചിലരെ സാമ്പാർ വയ്ക്കുമ്പോൾ തേങ്ങ അരക്കാതെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ തേങ്ങ അരച്ച സാമ്പാറാണ് കേട്ടോ ഇഷ്ടം. പിന്നെ തേങ്ങ അരയ്ക്കാത്ത സാമ്പാർ ഇഡ്ഡലിക്ക് കുഴപ്പമില്ല. പക്ഷേ ചോറിന് തേങ്ങ അരച്ച സാമ്പാർ തന്നെയാണ് കേട്ടോ ഇഷ്ടം. സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസം ജോലി എളുപ്പമായതുപോലെ തോന്നാറുണ്ട്. കാരണം രാവിലെയും എടുക്കാം, ഉച്ചത്തെ ചോറിനും എടുക്കാം, ബാക്കിയുണ്ടെങ്കിൽ രാത്രി എടുക്കാമല്ലോ. പിന്നെ ഞാൻ കുറച്ച് കരിവേപ്പില പറമ്പിൽ നിന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഞാനിങ്ങനെ ഒന്നിച്ച് പൊട്ടിച്ചിട്ട് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സാമ്പാർ വെക്കുക, ആദ്യം പരിപ്പ് വേവിച്ചിട്ട് പിന്നെ വെണ്ടയ്ക്ക വെച്ച് ബാക്കി എല്ലാ കഷ്ണങ്ങളും കുക്കറിലിട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടികളൊക്കെ ചേർത്തിട്ട് കുറച്ച് പൊടി കുക്കറിൽ ഇട്ട് കൊടുക്കുകയുള്ളൂ. ബാക്കി ഞാൻ തേങ്ങ വറുക്കുന്നതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ ഒരു 2 വിസിൽ വന്നിട്ട് ഓഫാക്കി വെക്കുക. പിന്നെ ഞാൻ ചില സമയത്ത് ഞാൻ വെണ്ടയ്ക്ക ഇങ്ങനെ വാട്ടിയിടും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഒരു അടുപ്പത്ത് ഞാനിതാ പുട്ട് വെക്കുന്നുണ്ട്. ഏട്ടന് ഇഡ്ഡലി സാമ്പാറൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് ചിക്കൻ കറി ഇന്നലത്തെ ബാക്കിയുണ്ട്, അതും കൂടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ സാമ്പാറിലേക്ക് തേങ്ങ ഒഴിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ തിളപ്പിക്കും കേട്ടോ. നല്ലോണം തിളച്ചാൽ നല്ലൊരു കളറും ഉണ്ടാവും, കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. പിന്നെ എൻ്റെ പുട്ടും ഇഡ്ഡലിയൊക്കെ റെഡിയായേ, സാമ്പാറും റെഡിയായിട്ടോ. അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ഞാനിത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൊടുക്കുകയാണ്. അവർക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളതാണ്. അതിനുശേഷം ഞങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ചോറിന് വെള്ളം വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകി വെക്കാനുണ്ടായിരുന്നേ. അതൊക്കെ കഴുകി വെച്ച് തണയൊക്കെ തുടച്ച് ക്ലീനാക്കി വെക്കുകയാണ്. അതിനുശേഷം ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ പരിപാടി നോക്കണമല്ലോ. അപ്പോൾ ഇന്നലത്തെ ബാക്കി കുറച്ച് ചിക്കൻ ഉണ്ടായിന്. അമ്മ ഉള്ളിയൊക്കെ തോലൊളിച്ച് വെച്ചിരുന്നേ.
അതൊക്കെ ഞാനിങ്ങനെ അരിഞ്ഞെടുക്കാറുണ്ട്. ഞാൻ ചിക്കനും ബീഫിലൊക്കെ ഞാൻ ചെറിയുള്ളിയാണ് കൂടുതലെടുക്കുക. അപ്പം കുറച്ച് സവാളയും കുറച്ച് ചെറിയുള്ളിയും കുറച്ചധികം ചെറിയുള്ളിയും എടുത്തിട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി പച്ചമുളക് എല്ലാം കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പില ഇട്ട് ഒന്ന് വാടിയതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് മല്ലിപ്പൊടി ഇടുന്നില്ല കേട്ടോ. സാമ്പാറും മല്ലിയാണല്ലോ, അതുകൊണ്ട് ഞാൻ മുളകിട്ടാണ് ചിക്കൻ വെക്കുന്നത്. പിന്നെ ചിക്കനും അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വേവിക്കുകയാണ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് വാങ്ങി വെക്കും കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ കറിയായി, മീൻ പൊരിച്ചതായി. അപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടോ. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ശേഷം ഒരു 4 മണിക്ക് ഞങ്ങളിതാ ചായ വയ്ക്കുകയാണ്. പിന്നെ മോള് വന്നിട്ടുണ്ടായിനെ, സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ചായ ഒക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങളും ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.